ലോകത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ ഉപയോഗിക്കുന്ന പ്രമുഖ മെസ്സേജിംഗ് ആപ്പുകളിലൊന്നാണ് ടെലഗ്രാം. രഹസ്യമായി സന്ദേശങ്ങൾ അയക്കാനുള്ള സൗകര്യവും വലിയ ഗ്രൂപ്പുകളുമാണ് ആളുകളെ ഇതിലേക്ക് ആകർഷിക്കുന്നത്. എന്നാൽ സുരക്ഷ, സ്വകാര്യത, വ്യാജ വാർത്തകൾ, രാഷ്ട്രീയ ഇടപെടലുകൾ എന്നിവയുമായി ബന്ധപ്പെട്ട ടെലഗ്രാം പലപ്പോഴും വിവാദങ്ങളിൽ പെട്ടിട്ടുണ്ട്. ഇത് കാരണം പല രാജ്യങ്ങളിലെ സർക്കാരുകളും ഈ ആപ്പിന് താൽക്കാലികമായോ സ്ഥിരമായോ നിരോധനം ഏർപ്പെടുത്തിയിട്ടുമുണ്ട്. ഇപ്പോഴിതാ ഇന്ത്യയിലും ടെലഗ്രാമിന് താൽക്കാലിക നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുകയാണ് സർക്കാർ. ഇനി സിനിമ ഡൗൺലോഡ് ചെയ്യാനും ടെക്സ്റ്റ് ചെയ്യാനും ടെലഗ്രാം ഉപയോഗിക്കാനാകില്ലേ? കൂടുതൽ വിവരങ്ങൾ അറിയാം. സ്വാഗതം ഇൻഡെപ്തിലേക്ക്. സുരക്ഷാ മാനദണ്ഡങ്ങളുടെ ലംഘനവും സാമ്പത്തിക തട്ടിപ്പുകളും ചൂണ്ടിക്കാണിച്ചായിരുന്നു കേന്ദ്ര വാർത്താവിനിമയ മന്ത്രാലയത്തിന്റെ അടിയന്തര നടപടി. നീറ്റ് പുനഃപരീക്ഷയുമായി ബന്ധപ്പെട്ട വ്യാജ വാർത്തകളും ചോദ്യപേപ്പർ ചോർച്ച ആരോപണങ്ങളും പടരുന്നത് തടയുന്നതിനായാണ് ടെലഗ്രാമിന് താൽക്കാലിക നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നത്. 2026 ജൂൺ 22 വരെയാണ് ഈ നിയന്ത്രണം. കൂടാതെ പഴയ സന്ദേശങ്ങൾ തിരുത്തി വ്യാജ തെളിവുകൾ ഉണ്ടാക്കുന്നത് തടയാൻ ടെലഗ്രാമിലെ മെസ്സേജ് എഡിറ്റിംഗ് സൗകര്യവും 2026 ജൂൺ 30 വരെ സർക്കാർ തടഞ്ഞിട്ടുണ്ട്. ടെലഗ്രാം ചാനലുകൾ കേന്ദ്രീകരിച്ച് വൻതോതിൽ പാർട്ട് ടൈം ജോലി തട്ടിപ്പും ക്രിപ്റ്റോ കറൻസി നിക്ഷേപ തട്ടിപ്പുകളും നടക്കുന്നുണ്ടെന്ന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് കീഴിലുള്ള സൈബർ ക്രൈം വിംഗ് കണ്ടെത്തിയിരുന്നു. രാജ്യത്തെ പ്രമുഖ മത്സര പരീക്ഷകളുടെ ചോദ്യപേപ്പറുകൾ ചോർത്തുന്നതിനും വ്യാജ സർട്ടിഫിക്കറ്റുകളുടെ വിപണനത്തിനും ടെലഗ്രാം ഗ്രൂപ്പുകൾ വ്യാപകമായി ഉപയോഗിക്കപ്പെട്ടതായും കണ്ടെത്തിയിട്ടുണ്ട്. കോപ്പിറൈറ്റ് നിയമങ്ങൾ ലംഘിച്ചുകൊണ്ടുള്ള സിനിമകളുടെയും പുസ്തകങ്ങളുടെയും ഡിജിറ്റൽ പൈറസി, കുട്ടികൾക്കെതിരെയുള്ള അതിക്രമങ്ങളുടെ ദൃശ്യങ്ങൾ എന്നിവ ഈ ആപ്പിലൂടെ വലിയ തോതിൽ പ്രചരിക്കുന്നു എന്ന പരാതിയും ഉയർന്നിരുന്നു. കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്നവരുടെ വിവരങ്ങൾ കൈമാറാൻ ഇന്ത്യൻ അന്വേഷണ ഏജൻസികൾ ആവശ്യപ്പെട്ടിട്ടും കടുത്ത സ്വകാര്യതാ നയങ്ങളുടെ പേര് പറഞ്ഞ ടെലഗ്രാം അധികൃതർ സഹകരിക്കാൻ തയ്യാറായില്ലെന്ന് സർക്കാർ വൃത്തങ്ങൾ വ്യക്തമാക്കുന്നു. കേന്ദ്ര IT ആക്ട് സെക്ഷൻ 69A പ്രകാരമാണ് താൽക്കാലിക നിരോധനം നടപ്പിലാക്കിയിരിക്കുന്നത്. ടെലഗ്രാം ആപ്ലിക്കേഷനിലേക്കുള്ള ആക്സസ് തടയാൻ രാജ്യത്തെ എല്ലാ ടെലികോം സേവന ദാതാക്കൾക്കും ഇന്റർനെറ്റ് സർവീസ് പ്രൊവൈഡർമാർക്കും സർക്കാർ നിർദ്ദേശം നൽകി കഴിഞ്ഞു. സർക്കാർ ഉന്നയിച്ച സുരക്ഷാ ആശങ്കകൾക്ക് ടെലഗ്രാം മാനേജ്മെന്റ് കൃത്യമായ മറുപടിയും പരിഹാരവും നൽകുന്നതുവരെ നിയന്ത്രണം തുടരുമെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. പ്ലാറ്റ്ഫോം പൂർണ്ണമായി നിരോധിക്കുന്നതിന് മുൻപായി കമ്പനിക്ക് തങ്ങളുടെ ഭാഗം വിശദീകരിക്കാനുള്ള ഒരു താൽക്കാലിക അവസരമായാണ് നിയമവിദഗ്ധർ ഇതിനെ കാണുന്നത്. വാട്സ്ആപ്പ് പോലുള്ള മറ്റ് മെസ്സേജിംഗ് ആപ്പുകളിൽ നിന്ന് വ്യത്യസ്തമായി വലിയ ഫയലുകൾ കൈമാറാനുള്ള ശേഷി, ലക്ഷക്കണക്കിന് ആളുകളെ ഉൾക്കൊള്ളിക്കാൻ കഴിയുന്ന സൂപ്പർ ഗ്രൂപ്പുകൾ, വിവരങ്ങൾ പൊതുജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള ചാനലുകൾ എന്നിവ ടെലഗ്രാമിന്റെ പ്രത്യേകതകളാണ്. സ്വകാര്യതയ്ക്ക് അമിത പ്രാധാന്യം നൽകുന്ന end-to-end എൻക്രിപ്റ്റഡ് സീക്രട്ട് ചാറ്റുകൾ ഉള്ളതിനാൽ വിദ്യാർത്ഥികൾ, IT പ്രൊഫഷണലുകൾ, വാർത്താമാധ്യമങ്ങൾ, ഓൺലൈൻ വ്യാപാരികൾ എന്നിവർക്ക് ഒഴിച്ചുകൂടാനാകാത്ത ഡിജിറ്റൽ മാധ്യമമായി ടെലഗ്രാം മാറിയിരുന്നു. ഒരു വശത്ത് രാജ്യസുരക്ഷയും പൗരന്മാരുടെ സാമ്പത്തിക ഭദ്രതയും സംരക്ഷിക്കാൻ സർക്കാരിന് ഇത്തരം നടപടികൾ സ്വീകരിക്കേണ്ടി വരുമ്പോൾ, മറുവശത്ത് അത് വ്യക്തി സ്വാതന്ത്ര്യത്തിന്മേലുള്ള കടന്നുകയറ്റമാണെന്ന വാദവും ശക്തമാണ്. സൈബർ സുരക്ഷാ വിദഗ്ധരുടെ അഭിപ്രായത്തിൽ വ്യാജ സൈബർ തട്ടിപ്പുകൾ തടയാൻ ഇത്തരം കടുത്ത നടപടികൾ താൽക്കാലികമായി ആവശ്യമാണ്. എന്നാൽ സിവിൽ സൊസൈറ്റി ഗ്രൂപ്പുകൾ ഇതിനെ ഒരു ഡിജിറ്റൽ സെൻസർഷിപ്പായാണ് വിലയിരുത്തുന്നത്. നിലവിലുള്ള ചാറ്റുകളും ഫയലുകളും ഉപഭോക്താക്കൾക്ക് നഷ്ടപ്പെടുമോ എന്ന ആശങ്കകൾ ഇപ്പോൾ ഉയരുന്നുണ്ട്. എന്നാൽ അതിൻ്റെ ആവശ്യമില്ല. ടെലഗ്രാം ഒരു ക്ലൗഡ് അധിഷ്ഠിത സർവീസ് ആയതിനാൽ നിങ്ങളുടെ ചാറ്റുകളും ഫയലുകളും ടെലഗ്രാം സെർവറുകളിൽ സുരക്ഷിതമായിരിക്കും. നിരോധനം മാറുകയും ആപ്പ് വീണ്ടും പ്രവർത്തനക്ഷമമാകുകയും ചെയ്യുമ്പോൾ ഇവയെല്ലാം തിരികെ ലഭിക്കുന്നതാണ്.